ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്രതീക്ഷ കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇന്നത്തേത് പറയുന്നത് ഒരു ഫുൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താ പറഞ്ഞാൽ മൊത്തത്തിലില്ല, എന്നാലും ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ സാധാരണ പല്ലവി തന്നെയാണല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ സാധാരണ പല്ലവി അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ വേഗം അടുക്കളയിൽ വന്നിട്ട് ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ അവിടെ തിളക്കട്ടെ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ബാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ തോന്നി ചായ തിളക്കണ ആ ഒരു സമയം കൊണ്ട് കറിക്കുള്ളത് അങ്ങോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പം ദോശയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം അതിനുള്ള കറിക്കുള്ളതൊന്ന് തക്കാളി, ഉള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഈ ഒരു എളുപ്പപ്പണി പഠിച്ചേരെ ഞാൻ ഇതന്നെയാണ് കേട്ടോ ചെയ്യുക. മറ്റേത് ആ ഒരു വാട്ടിയിട്ട് വെക്കൂലേ, അത് ഞാൻ ആ ഒരു വഴി ഞാൻ മറന്നു പോയിട്ടുണ്ടേനി കേട്ടോ. നമ്മൾ ആ വഴിക്ക് പിന്നെ പോയിട്ടില്ല എന്ന് പറയൂലേ, അതുപോലെ ആ ഒരു സംഭവം ഞാൻ ചെയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത് എളുപ്പം തോന്നുകയാണ്. എളുപ്പത്തിൻ്റെതും അല്ല കേട്ടോ, മൊത്തത്തിൽ എളുപ്പപ്പണി എന്നുള്ളതല്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ആ ഒരു എളുപ്പത്തിലാണെങ്കിലും സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറി വെക്കുമ്പോൾ ഒരു രസം തോന്നലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ തന്നെ. ടേസ്റ്റ് ഇല്ല, ഒരു സുഖകരമല്ല എന്ന് തോന്നിയാൽ പിന്നെ ആ വഴിക്ക് ഞാൻ പോകില്ല കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട്, എളുപ്പത്തിലായി കിട്ടണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇനിയിപ്പോൾ ചിക്കൻ കറി ആക്കുകയാണെങ്കിലും അതുപോലെ മുട്ട റോസ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിന് രണ്ടിന് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ ഈ ഒരു പരിപാടി ചെയ്യുള്ളൂ. ഞാൻ കുക്കറിൽ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. എന്തായാലും അതൊക്കെ മുറിച്ച് അതിലിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഊറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കട്ടൻ ചായ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പം സാധാ മുട്ട തന്നെ പുഴുങ്ങിയിട്ട് ആക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കാടമുട്ടേൻ്റെത് കുറേ ദിവസമായിട്ടോ കൊടുന്ന് വെച്ചിട്ട്, കാടമുട്ട അതിനിപ്പോൾ നാശമായി പോകണ്ട വിചാരിച്ചിട്ട് അത് ബാക്കിയുള്ളത് എടുത്തിട്ട് ഞാനതൊന്ന് പുഴുങ്ങാൻ വേണ്ടി അതാണ് കേട്ടോ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റേത് പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. അത് പുഴുങ്ങിയിട്ട് അതായാലും പുഴുങ്ങിയിട്ട് പൊളിച്ചിട്ടാൽ റോസ്റ്റിൽ ഇടാമല്ലോ, അപ്പോൾ അത് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ഒന്ന് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഇന്നിപ്പോൾ കടി ഉണ്ടാക്കുന്നത് ദോശയാണ്. അപ്പോൾ ദോശക്കുള്ള അരിയൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തന്നെ ആയിക്കോട്ടോ ദോശ, പൂരി, ചപ്പാത്തി അങ്ങനെ അതൊക്കെ തന്നെ ആയിക്കോട്ടോ അധികം ഉണ്ടാകുക. നമുക്ക് ആ ഒരു സ്ഥിരം എളുപ്പത്തിൽ അതന്നെയാണല്ലോ, ഈ ദോശമക്കാണല്ലോ ഫസ്റ്റ് ഇങ്ങോട്ട് വരിക. ഒരു ആഴ്ചക്കൊരു ഒരു വട്ടമെങ്കിലും ഈ ദോശേൻ്റെ ആ ഒരു ഒച്ച ഇങ്ങോട്ട് കേട്ടിയില്ലെങ്കിൽ എന്തോരം ഇടങ്ങാറാണ് അല്ലേ. ഒരു എന്താ പറയുക, അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ദേശീയ കടിയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വീട്ടിലും ആഴ്ചക്ക് ഒരു വട്ടെങ്കിലും ദോശ ചൂടാത്ത ഒരു വീട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. എന്തായാലും ഞാൻ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശേനെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ചു. അപ്പോഴത്തേക്കും നമ്മളെ കറിക്കുള്ളതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. മാവൊക്കെ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഉണ്ടായിരുന്നു, അതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും അതും കൂടെ അതിലിട്ടു. പിന്നെ അതിലേക്കുള്ള പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ മുളകും പൊടി, മല്ലിപ്പൊടി, ഇത്തിരി ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് വല്ലാണ്ട് കുറുക്കണില്ല, എന്നാട്ട് ചാറും അല്ലാത്ത ആ ഒരു രീതിയിൽ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ പുഴുങ്ങിയ മുട്ടയും കൂടെ അതിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നെല്ലാം ഇതാണ് കേട്ടോ വർത്താനം നമ്മൾ പറയുന്നതൊക്കെ എന്തോ ഒരു മിസ്റ്റേക്ക് വരിക, എന്താണാവോ. എന്തായാലും കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ദോശേൻ്റെ മാവും അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചുടുക, കടിയും കൂടെ ആയാൽ ബാക്കിയായി. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വിറക് എടുക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞാൻ വിചാരിച്ചു ദോശ കടുപ്പത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് ചുട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. എന്നിട്ട് ഞാൻ ചുട്ടിട്ടൊന്നുമില്ല കേട്ടോ. വിറകിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ വിറകും ഇല്ല മക്കളെ. വിറക് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു വിറക് തന്നെയാണ് കേട്ടുള്ളത്. പിന്നെ അത് മൊത്തം കടിക്കും എല്ലാത്തിനും കൂടെ അങ്ങോട്ട് എടുത്താൽ പിന്നെ ചോറ് വെക്കാൻ വിറക് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ദോശ ഗ്യാസുമ്മ തന്നെ ചുട്ടു കേട്ടോ. ചോറ് വെക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് അടുപ്പത്തു നിന്ന് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്നും തീ കത്തിക്കുന്ന ആളുമാണ്. ഗ്യാസുമ്മൽ ചോറ് വെക്കണം എനിക്ക് എന്തോ ഒരു ശരിയാവില്ല കേട്ടോ. എനിക്ക് ചോറ് വെക്കുമ്പോൾ എന്തായാലും തീ കത്തിച്ച് അടുപ്പത്ത് തന്നെ ചോറ് വെക്കുമ്പോഴാണ് ഒരിത് കിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ ഒക്കെ ആ ഒരു ഇതല്ലേ, ഇനിയിപ്പോൾ കിട്ടാണ്ടായി നമ്മൾ കുടുങ്ങുകയും ചെയ്തു.
വിറകും കുറവാണ്, ഗ്യാസും കുറവാണ്. എല്ലാം കൊണ്ടും ഇപ്പോൾ മനുഷ്യന്മാർ പണ്ടത്തെ കാലത്തൊക്കെ ആയിട്ട് കുടുങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് കേട്ടോ വരുന്നത്. എന്തായാലും ഞാൻ ഉള്ള വിറക് കുറച്ചൊന്ന് അടുക്കളയിൽ അങ്ങനെ കൊണ്ടുവച്ചിട്ടില്ലേന്, അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുമ്പം ആ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ പുതുതായിട്ട് ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന അധികം ആൾക്കാർക്കും ഷോർട്ട് വീഡിയോ കാണാനാണോ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുക കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. പിന്നെ ഷോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ട് വീഡിയോ കണ്ട് അങ്ങോട്ട് തീരും. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ കാര്യം ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഷോർട്ട് തന്നെയാണ് ഇടുന്നത്. പക്ഷേ അവരെ വ്യൂസും കാര്യങ്ങളും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലക്ഷങ്ങളാണ് വ്യൂ വരിക, അല്ലെങ്കിൽ 50K 60K 70K ആ ഒരു രീതിയിൽ വ്യൂസ് നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ ഷോർട്ടിലും വരികയാണെങ്കിൽ പിന്നെയും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോവാം. ലോങ് വീഡിയോയിൽ വ്യൂവും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് നമുക്ക് പിന്നെയും ഒരു ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം നമ്മളെപ്പോലെ ഒന്നും ആവാത്ത ആൾക്കാരെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ചാനൽ തുടങ്ങി 1 വർഷം കഴിഞ്ഞു. 1 വർഷം ഡിസംബറിലാണ് തുടങ്ങിയത്, ഇപ്പം മാർച്ചായി. അത്ര ആ ഒരു സമയം ആയിട്ടുണ്ട്. എന്നിട്ടും ഒറ്റൊരു വട്ടമാണ് വരുമാനം വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ കിട്ടണമെങ്കിലും എപ്പോഴാണെന്ന് അറിയില്ല. നമ്മളെ വീഡിയോസിൻ്റെ വ്യൂസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയുമല്ലോ. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ. ആ ഒരു സന്തോഷത്തോടെ തന്നെയാണ് കേട്ടോ ഞാൻ എന്നെങ്കിലും നമ്മളൊരു രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഒന്ന് ക്ലിക്കായി സെറ്റ് ആവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് പിന്നെയും വീഡിയോസ് മുടങ്ങാതെ ഷോർട്ടായിട്ടും ലോങ് ആയിട്ടൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ഇതിലും നമ്മളൊരു സന്തോഷം കണ്ടെത്തുക എന്ന് പറയില്ലേ, ഏതൊരു ഇല്ലായ്മയിലും നമ്മൾ സന്തോഷം കണ്ടെത്തിയാലും കുറേ കാലമൊക്കെ കഴിയുമ്പോൾ നമ്മളും രക്ഷപ്പെടും. കാരണം ആ തുടങ്ങിയ ആൾക്കാരൊക്കെ തുടക്കത്തിൽ അവരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻ്റായിട്ട് പറയലുണ്ട് കേട്ടോ. നമുക്കൊരു പ്രോത്സാഹനം തരുന്ന ആ ഒരു രീതിയിലുള്ള കമൻറ്റുകൾ തന്നെയാണ് അധികവും വരുന്നത് കേട്ടോ. എല്ലാവരും തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ നിങ്ങളും അങ്ങനെ ആയിക്കോളും എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു കമൻറ്റ് വായിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദോശ ഇതാക്കണേ. വിറകെടുക്കാൻ പോയത് അടുപ്പത്തുനിന്ന് ദോശ ചുടാനാണ്. പിന്നെ നേരെ ഗ്യാസുമ്മേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ തീ കത്തിച്ചിട്ട് കുറച്ച് ചോറ് തിളപ്പിച്ച് ഊറ്റാനുണ്ടേനി. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും വിറകൊക്കെ എടുത്ത് കൊടുന്നതല്ലേ, പിന്നെ തീ കത്തിക്കാണ്ട് എങ്ങനെയാണ് നിൽക്കുകയെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒന്നാമത്തത് അടുപ്പിൽ കളിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് സമയം വൈകിയിട്ടുണ്ടായിരുന്നു. ചായയും കടിയും ഒക്കെ ആയി വരുമ്പോഴത്തേക്കും നിച്ചുമോക്ക് സ്കൂളിൽ പരീക്ഷ, ഒക്കെ രാവിലെ പോകണം, ഇക്കാക്ക് പോകണം, നാഫിക്ക് പരീക്ഷ ഉണ്ട്. അപ്പോൾ ഓരൊക്കെ പോകാനുള്ള നേരം വൈകലും പിന്നെ ഇനിയിപ്പോൾ അടുപ്പത്തുനിന്ന് പോയി ആക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേഗം ഗ്യാസുമ്മേക്ക് തന്നെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ദോശയൊക്കെ ചുട്ട് തീർത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടേനി കേട്ടോ. ഇപ്പോൾ അതാ രണ്ടാമത്തെ ചായ കുടിക്കുകയാണ്. ഒന്ന് എണീറ്റ് വന്നപാടൊരു കട്ടൻ ചായ അല്ലേ, ആ ഒരു ചായയാണ് നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ കടീൻ്റെ കൂടെയുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചായ കൊടുത്തു. പോകാനുള്ള ആൾക്കാരൊക്കെ പോവുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ ഞാനും എൻ്റെ നാച്ചിമോനും തന്നെ ഉള്ളൂ കേട്ടോ. ഓനിപ്പോൾ അംഗൻവാടിയിൽ പോവലില്ല. ഇപ്പോൾ കുറേ ദിവസമായിട്ടോ പോയിട്ട്. ആ ഒരു നോമ്പിൻ്റെ സമയത്ത് ഞാൻ കൊണ്ടാക്കിയിട്ടില്ലേനി കേട്ടോ. നമ്മൾ അനിയൻ്റെ മോളും ഉണ്ടാവുമല്ലോ. നോമ്പിന് നമുക്കൊരു പൊരിഞ്ഞ വെയിലും പിന്നെ രാവിലെ കൊണ്ടാക്കലും ഒരു 3 മണി 3:30 പോയി കൂട്ടണം. അപ്പോൾ നോമ്പിന് അതിന് കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ വിട്ടിട്ടില്ലായിരുന്നു. പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നാമത്തത് ടീച്ചർ ഇലക്ഷൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ അംഗൻവാടിയിലില്ല. പിന്നെ മിന്നു ഇവിടെ ഇല്ല കേട്ടോ. മിന്നു അനിയൻ്റെ മോളാണ്. ഓൾ ഇവിടെ ഇല്ല, അവിടെ ഉമ്മാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ നാച്ചിമോനാണെങ്കിൽ ഒറ്റയ്ക്ക് പോവില്ല, ഓളും കൂടെ ഉണ്ടെങ്കിലൊക്കെ പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഓനെ പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ചായ കൂടി കഴിഞ്ഞു. പിന്നെ നേരെ അകമൊക്കെ വൃത്തിയാക്കി എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചു. പിന്നെ അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. അടിച്ചു വാരൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ. മൊത്തം വൃത്തിയാക്കി അകം അടിച്ചു വാരി കഴിഞ്ഞാലാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാൻ നിൽക്കുള്ളൂ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു ടൈം ടേബിൾ അങ്ങനെയാണ് കേട്ടോ. മൊത്തത്തിൽ ചായ കുടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒതുക്കി പെറുക്കി മൊത്തം വൃത്തിയാക്കി അടിച്ചങ്ങോട്ട് വാരിയിടും. എന്നിട്ട് അലക്കാനുള്ള തുണികളും മെഷീനിൽ ഇടാനുള്ളതാണെങ്കിൽ മെഷീനിലിടും. പിന്നെ എന്നിട്ട് വന്ന് പാത്രം കഴുകും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കല്ലിലും അലക്കാനുണ്ടാവും കേട്ടോ. ഞാൻ എല്ലാം വേഗം കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഇട്ട് കറക്കൊന്നുമില്ല കേട്ടോ. അതിലിടാൻ പറ്റുന്നത് അതിലിടും. കല്ലിൽ അലക്കാനുള്ളത് കല്ലിൽ അവിടെ കൊണ്ടുവെക്കും. പിന്നെ ബാക്കി തുടക്കലും ബാക്കി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താക്കും, കല്ലിൻ്റെ അടുത്ത് അലക്കാനുള്ളത് അതിലിടും കേട്ടോ. ഈ നാഫിമോൻ്റെ വരെ യൂണിഫോമൊക്കെ കുറച്ച് ലൈറ്റ് കളറാണ്. അപ്പോൾ അങ്ങനത്തതൊക്കെ മെഷീനിലിട്ടാൽ ശരിയാവില്ല കേട്ടോ. നാഫീൻ്റെ ഒന്നും പ്രത്യേകിച്ചൊക്കെ കല്ലിൽ തന്നെ ബ്രഷും കല്ലിലിട്ട് ഉരച്ചാൽ തന്നെ കേട്ടോ വൃത്തിയാവുള്ളൂ. അങ്ങനെ വേഗം പാത്രം കഴുകൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കലും അങ്ങനെ എല്ലാ പണികളും തീർത്തു കേട്ടോ.
അപ്പോൾ അത് നമ്മളെ തുണികൾ ഞാൻ അധികം സൈഡിലാണ് കേട്ടോ ഇടുക, പുരൻ്റെ ചുറ്റിനും അങ്ങനെ അതിലുണ്ട്, അപ്പോൾ അതിൽക്കൂടെ ഇട്ട് കൊടുക്കലാണ്. പൊരിഞ്ഞ വെയിലാണ്, അപ്പോൾ പിന്നെ അതിലെങ്ങനെ ഇട്ടാലും ഉണങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ഇന്നിപ്പം എന്തോ മുറ്റത്ത് തന്നെ അങ്ങോട്ട് ആറിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണികളും ആറിയിട്ടിട്ട് ഇതിപ്പം മുരിങ്ങച്ചപ്പ് അയൽവക്കത്തുനിന്ന് പോയി വാങ്ങിയതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അന്ന് മുരിങ്ങച്ചപ്പ് താളിച്ചത് കൂട്ടാനൊരു പൂതി കേട്ടോ. ചപ്പ് താളിച്ചത് വേണമെന്നുള്ള, നമ്മളതാണെങ്കിലും ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് 2 കൊമ്പ് കൊണ്ടുപോയി നട്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അയൽവക്കത്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളവരോട് അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പോയി ഞാനും നാച്ചിക്കുട്ടനും കൂടെ ഒക്കെ പോയി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉള്ളിലത്തെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞതാണ്, ചോറും ആയതാണ്. ഇനിയിപ്പോൾ ഇത് താളിക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. ഞാനും ഇവനും കൂടെ ഓനെയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ്. ഓൻ്റെ സോപ്പിങ് എന്തിനാ വെച്ചാൽ ഉമ്മച്ചി വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഫോൺ ഓനക്ക് കൊടുക്കാനാണ് കേട്ടോ. ഞാനങ്ങനെ ഫോൺ കൊടുക്കലില്ല കേട്ടോ, നെറ്റ് ഓണാക്കി കൊടുക്കുക അതൊന്നുമില്ല. വല്ലപ്പോഴും ഞാൻ ഇതിലെടുത്തേക്കുന്ന വീഡിയോയും അല്ലെങ്കിൽ ഓൻ്റെ തന്നെ ഫോട്ടോസും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നോക്കാനാണ് കേട്ടോ ഈ ഫോൺ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചേരം ഫോട്ടോ നോക്കിയിട്ട് ഫോൺ തരാമെന്ന് പറഞ്ഞപ്പോഴേ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോപ്പിങ്ങാണ് കേട്ടോ അവർ കാട്ടുന്നത്. ഫോണ് ഇത് കഴിഞ്ഞാൽ ഓനക്ക് ഫോൺ കിട്ടുമല്ലോ നോക്കാനേ, അപ്പം അതിൻ്റെ സോപ്പിങ് നടത്തേനി കേട്ടോ. എന്തായാലും ഞാൻ പുറത്ത് ചേതിയുമ്പോൾ അവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങനെ പിന്നെന്താണ് ചപ്പൊക്കെ നന്നാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം മുതൽ ചപ്പിൻ്റെതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ചപ്പ് താളിക്കണൊക്കെ അറിയുന്നതാണ്, പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചപ്പൊക്കെ താളിച്ചു, ഞങ്ങളെ കുളിയും എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം അതാ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നിച്ചുമോള് എത്തണേ ഉള്ളൂ കേട്ടോ. നാഫിമോന് ഇവിടെ പിന്നെ അടുത്ത് തന്നെയാണല്ലോ സ്കൂൾ, അപ്പോൾ ഓന് വേഗം പരീക്ഷ കഴിഞ്ഞപാട് ഉച്ച ആകുമ്പോഴത്തേക്ക് തന്നെ ഓന് വരും കേട്ടോ. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ അനിയനെ സൈക്കിൾ ഓടിപ്പിച്ച് പ്രാക്ടീസ് നടത്തുകയാണ് കേട്ടോ ഇവിടെ നാച്ചിമോനെ. ഓനക്ക് അങ്ങനെ ഓടിച്ച് കറക്കി ചവിട്ടി അങ്ങനെ ഓടിക്കാനുള്ള ഇതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ മറ്റോനാണ് ഇപ്പം ഓടിപ്പിക്കുന്ന ആൾ. കറക്കി ചവിട്ട് ഇതാക്കുക എന്നൊക്കെ പറഞ്ഞേ നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഉഷാറാണല്ലോ. എന്തായാലും ഓനത് അവിടെ സൈക്കിൾ ഓടിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്തിരിക്കുമ്പോഴത്തെ താത്തയും അനുവൊക്കെ വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഓരും അവിടെ വന്നിരുന്നു. പിന്നെ നമ്മൾ പേരക്ക ഉണ്ടെങ്കിൽ പേരക്ക പറിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാണ്, പറമ്പിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാൻ ഇത് പറിക്കാനൊന്നും പോകുമൊന്നുമില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇനിയിപ്പോൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനത്തെ ആക്കി കഴിക്കുന്നതിൻ്റെക്കാട്ടിയും എല്ലാവരും പാടെയൊക്കെ ഇരുന്ന് കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടേ തോട്ടിയും അപ്പുറത്തെ പുരയിന്ന് തോട്ടിയൊക്കെ കൊടുന്നു. നാഫിമോനും നിച്ചോളും അനു എല്ലാം കൂടെ പാഞ്ഞ് കയറിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ നിച്ചു ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കയറാമെന്ന് പറഞ്ഞിട്ട് ഓളും വരുന്നുണ്ട്. അനുവും നാഫിയും എല്ലാം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാഫി ഇങ്ങോട്ട് ഇറങ്ങിക്കണ്, അനു ഇറങ്ങിയാണ്. പിന്നെ നിച്ചുമോള് കയറി ഓളാണ് കേട്ടോ പറിച്ചു തരുന്നത്. ഞങ്ങൾ ഗ്യാലറിയിൽ ഇരുന്ന് ഇങ്ങനെ കളി കാണൂലേ, അത് മാതിരി അവിടെ അത് പറക്കി ഇത് പറക്കി അറിയണ്ട. അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കണേ നോക്കണേന്ന് അതും പറയുന്നുണ്ട് കേട്ടോ. ഞാനും താത്തേ ഞങ്ങൾ രണ്ടാളും ഊരക്ക് കയ്യും കൊടുത്ത് മേലേക്ക് നോക്കി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിച്ചോള് 2-3 മാങ്ങയും കൂടെ ഒന്ന് ഇപ്പുറത്തെ താത്താൻ്റെ ഒരു വേലി നമ്മൾ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അവൾ അതും കൂടെ ഒന്ന് പറിച്ചൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ താത്ത അത് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഉപ്പും മുളകും ഇട്ട് വായൻ്റെ ഇലയിലിട്ട് പെരക്കി തിന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ വേഗം ഒരു വായൻ്റെ ഇലയൊക്കെ അത് പിന്നെ മുറ്റത്തുള്ളതും കൊണ്ട് അതിന് വലിയ ക്ഷാമമൊന്നും ഇല്ല കേട്ടോ. വേഗം പോയി വായൻ്റെ ഇലയൊക്കെ ഒന്ന് വെട്ടി കഴുകി കൊടുന്നു. പിന്നെ അതാ താത്ത അപ്പോഴത്തേക്കും പേരയ്ക്കും ആ ഒരു മാങ്ങയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഉപ്പും മുളകും പിന്നെ എന്താണ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഉറ്റിച്ച് സുർക്കുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ അങ്ങോട്ട് ഉറ്റിച്ചിട്ട് എന്താക്കുക പെരട്ടി അങ്ങോട്ട് ഇതാ ഒരു വായൻ്റെ ഇലയിൽ ഇട്ടീന്. എന്നിട്ട് എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. മൊത്തത്തിൽ തീർത്തിട്ടൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇവിടുന്ന് കുറച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഇലയും പൊതിയും കൊണ്ട് ഞങ്ങളൊന്ന് തറവാട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി താഴേക്ക് പോയിട്ട് പെരുന്നാളിൻ്റെ അന്നെങ്ങാനും പോയതേനി കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ്റെ ഓളും ഉണ്ടായി. പിന്നെ അവിടെ വന്ന് ഓക്കും കൊടുത്ത് പിന്നെ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് ബാക്കിയുള്ളത് അവിടുന്ന് അങ്ങോട്ട് തിന്ന് തീർത്തിട്ടുണ്ടായിനി കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പുരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് അറിയിക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.